ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നന്നാരി സർബത്ത് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 100 ഗ്രാം നന്നാരി വേരും, 1/2 കിലോ പഞ്ചസാരയും 1 എഗ്ഗുമാണ്. ആ പഞ്ചസാരയിൽ നിന്നും പകുതി നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പഞ്ചസാര കരിയാതെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര കരിയാതെ ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് വേനൽക്കാലത്ത് ഒരു ബിസിനസ് ഐഡിയ കൂടിയാണ്. എസൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ് നന്നാരി സർബത്ത്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഈസിയായി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ സർബത്ത് കൊണ്ട് നമുക്ക് സോഡ സർബത്തും ഓറഞ്ച് സർബത്തും ഫ്രൂട്ട്സ് സർബത്തും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. പഞ്ചസാര മെൽറ്റായി വന്നാൽ അതിൽ മുട്ടയിൽ വെള്ളം ചേർക്കാം. മുട്ടയിൽ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഡാർക്ക് കളർ കിട്ടുന്നതായിരിക്കും. മുട്ടയിൽ വെള്ളം ചേർക്കുന്നത് പഞ്ചസാരയിലെ അഴുക്ക് നീക്കാൻ സഹായിക്കും. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് പഞ്ചസാര എടുത്ത അതേ പാത്രത്തിൽ നമുക്ക് ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം കരണ്ടി ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കണം. അത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ കട്ട പിടിക്കുന്നതാണ്. ഇനി നമുക്ക് നന്നാരി വേര് ചതച്ച് ചേർത്ത് കൊടുക്കാം. സർബത്ത് തിളച്ച് വരുമ്പോൾ പഞ്ചസാരയിലെ അഴുക്ക് നീക്കാം. പഞ്ചസാരയിലെ അഴുക്ക് ഇങ്ങനെയാണ് മാറ്റുന്നത്.
ചെയ്യാണ്ട് ചെയ്യണം. അപ്പോഴാണ് സർബത്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്കത് ആറിയതിന് ശേഷം അരിച്ചു മാറ്റാം. ആദ്യം ഒരു അരിപ്പ കൊണ്ട് അരിച്ചതിന് ശേഷം തുണി കൊണ്ട് അരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സർബത്ത് റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള എസൻസ് ഒന്നും ഇല്ലാത്ത നല്ല നാടൻ സർബത്ത് ഇവിടെ റെഡിയായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.